റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുതലപ്പൊഴിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അഴിമുഖത്തെത്തിച്ചത് തകരാറിലായ ഡ്രഡ്ജറെന്ന് ആരോപണം. അഴീക്കൽ ഹാർബറിൽ തുരുമ്പ് പിടിച്ചുകിടന്ന CST ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തനരഹിതമായിട്ട് 6 വർഷത്തിലധികമായെന്നാണ് ആരോപണം. തകരാറിലായ ഡ്രഡ്ജർ കൊണ്ടുവന്ന് മുതലപ്പൊഴിയിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് മത്സ്യത്തൊഴിലാളികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുതലപ്പൊഴിയിൽ അടിഞ്ഞുകൂടിയ മണൽ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാനായിട്ട് കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദ്രഗിരി ഡ്രഡ്ജറാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുറംകടലെത്തുകയും ഞായറാഴ്ചയോടുകൂടി തന്നെ ഈ മുതലപ്പൊഴിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിനോടകം 6 വള്ളങ്ങൾ, ബോട്ടുകളാണ് ഇവിടെ പ്രധാനമായും മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നു. വീണ്ടും മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയായി മാറുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ ഇതിനോടകം പ്രവർത്തിക്കാത്തത് എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് അതിൽ വലിയ ആശങ്കയുണ്ട്. നിരന്തരമായിട്ട് ഞങ്ങളെ പറ്റിക്കുന്നതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് മാത്രമല്ല, പല ഘട്ടങ്ങളിലായിട്ട് മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്ന രീതിക്ക് അവർക്ക് ഇവിടെ ഇത് തുറന്നു വിട്ട് ഇവിടെ നിന്ന് വെള്ളം അങ്ങ് ഒഴുകിക്കളയുക, ആ ഒരു പ്രതീക്ഷ മാത്രമാണ് സർക്കാരിനുണ്ടായത്. പക്ഷേ അത് കടന്നുപോയി. പക്ഷേ ഇത് കൊണ്ടുവന്നപ്പോൾ ഇത് ഇവിടെ കിടക്കുന്നു. ഇതിനൊരു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് റിപ്പയറായി കിടക്കുന്നു. ഈ റിപ്പയർ എപ്പോൾ തീർക്കും, ഇതിനൊരു ശാശ്വത പരിഹാരം എപ്പോഴും കാണും, ഈ വരുന്ന മൺസൂൺ കാലത്ത് ഞങ്ങൾ സുരക്ഷിതമായിട്ട് അങ്ങനെ തൊഴിൽ ചെയ്യും. ഇന്നലെ ഞങ്ങൾ 2 സഹോദരങ്ങളുടെ ഒരു വള്ളം പൂർണ്ണമായിട്ടും ഇല്ലാതായി. ഒരു വള്ളത്തിൽ 17 പേര്, ഒരു വേളാങ്കണ്ണി എന്ന് പറയുന്നത് വള്ളം, അതിൽ നിന്ന് ആൾക്കാർ എങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ളതാണ്. ഇന്ന് 3 പേരുടെ വള്ളങ്ങൾ കമന്നു. 4 പേർക്കോളം പരുക്കുകളുണ്ട്. ഇവരെല്ലാം മിക്ക ആൾക്കാർ 2-3 ആൾക്കാർ ഹോസ്പിറ്റലിലാണ്. കൈക്ക് അപകടമുണ്ട്, പിന്നെ താടി ഭാഗം ഇങ്ങനെയൊക്കെ മുറിവുണ്ട്, മഫ്ലർ കൊണ്ട് കാല് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഏകദേശം ഇന്ന് 6 ദിവസമാണ്. 2 ദിവസം കടലിൽ കിടന്നു. പക്ഷേ ഇതിൽ പത്രത്തിലെല്ലാം വന്നത് അവിടുത്തെ അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞാണ് പുറപ്പെട്ടതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ടും ഇതിൻ്റെ അറ്റകുറ്റപ്പണി ഇതുവരെ തീർന്നിട്ടില്ല. ഈ പ്രവർത്തിക്കാത്ത ഡ്രഡ്ജർ കൊണ്ടിട്ട് ഞങ്ങളെ പറ്റിക്കുക ചെയ്യുന്നത്. അവർ പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഫണ്ട് ആര് അനുവദിക്കും? അവർക്ക് 13 ലക്ഷം രൂപ ചിലവാക്കിയാണ് അവരിത് കൊണ്ടുവന്നത്. 3 ലക്ഷം രൂപ ഈ കെട്ടി വലിച്ചിട്ടുന്ന ബോട്ടിന് മാത്രം ചിലവായത്. അപ്പോൾ ഇനി ഞങ്ങളിവിടെ നാളെ മണ്ണ് തോണ്ടാൻ സമ്മതിക്കത്തില്ല. JCB ഇട്ടാണ് അപ്പുറത്ത് മണ്ണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ മൂടിപ്പോകാത്തത്. ഇത് 2 ദിവസത്തിനുള്ളിൽ മൂടും, ഉറപ്പായിട്ട് മൂടും. ഈ ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഇവിടുത്തെ മണൽ നീക്കാമെന്നുള്ളൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ കേടുപാട് പറ്റിയ ഒരു ഡ്രഡ്ജർ കൊണ്ടുവന്ന് മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.